മധ്യേഷ്യയിലെ രണ്ട് വൻനദികൾക്കിടയ്ക്ക് പച്ചപിടിച്ച് കിടക്കുന്ന ഫലഭൂയിഷ്ഠമായ ഒരു പീഠഭൂമിയുണ്ട്. കസാഖ് ഭാഷയിൽ അതിൻ്റെ പേർ ജേ-തി സു എന്നാണ്. സപ്തനദി എന്നാണ് അതിനർത്ഥം. സപ്തനദിയിൽ പർവ്വതങ്ങളും കാടുകളും പച്ചനിറമാർന്ന താഴ്വരകളും കായ്കനിത്തോട്ടങ്ങളുമുണ്ട്. അവിടെയുള്ള ഒരു പട്ടണം വിശേഷിച്ചും ആപ്പിൾ പഴങ്ങൾക്ക് പ്രസിദ്ധമാണ്. അൽമ അത്ത, അതായത് ആപ്പിളുകളുടെ പിതാവ് എന്നാണ് ആ പട്ടണത്തിൻ്റെ പേർ. ഒരു വലിയ സംസ്കാര കേന്ദ്രവും വ്യവസായ കേന്ദ്രവുമായ അൽമ അത്ത ഇപ്പോൾ കസാഖ് റിപ്പബ്ലിക്കിൻ്റെ തലസ്ഥാനമാണ്. ടർക്സിബ് റെയിൽപാത ഈ നഗരത്തെ സോവിയറ്റ് യൂണിയനിലെ മറ്റെല്ലാ പ്രമുഖ നഗരങ്ങളുമായി കൂട്ടിയിണക്കുന്നു. വിദൂരസ്ഥിതമായ മോസ്കോയിൽ നിന്നുള്ള ട്രെയിനുകൾ അൽമ അത്തായിലെ മനോഹരമായ റെയിൽവേ സ്റ്റേഷനിൽ വന്നു നിൽക്കുന്നത് ഇന്ന് ഒരു സാധാരണ കാഴ്ചയാണ്. അക്കാഡമികൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, തിയേറ്ററുകൾ, സിനിമാശാലകൾ മുതലായ വിവിധ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന വൻ സൗധങ്ങൾ മഞ്ഞണിഞ്ഞു നിൽക്കുന്ന ഗിരിശൃംഗങ്ങളെപ്പോലെ വെയിലിൽ വെട്ടിത്തിളങ്ങുന്നു. ചുറ്റും പർവ്വതങ്ങൾ രാജകീയ പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്നു. വിശാലമായ നഗരവീഥികളിലൂടെ ട്രാമുകളും ലോറികളും ട്രോളി ബസ്സുകളും എണ്ണമറ്റ കാറുകളും ഇരമ്പിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നു. വെയിലേറ്റ് നിറമിരുണ്ട വിനോദയാത്രക്കാർ നിറപ്പകിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് കൂട്ടം കൂട്ടമായി ബസ്സുകളിൽ കയറി നഗരത്തിനു ചുറ്റുമുള്ള പാർക്കുകളും മലമുകളിലുള്ള സുഖവാസ കേന്ദ്രങ്ങളും സന്ദർശിക്കുന്നു. ഒരിക്കൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഉൾനാടൻ പട്ടണമായിരുന്ന അൽമ അത്തായ്ക്ക് വന്ന മാറ്റങ്ങളാണ് ഇവയെല്ലാം. ഇപ്പോൾ അത് എൻ്റെ ശൈശവകാലത്ത് എനിക്ക് പരിചിതമായിരുന്ന അൽമ അത്ത അല്ല. എൻ്റെ കുട്ടിക്കാലത്ത് അൽമ അത്തായിൽ നിന്ന് 600 മൈൽ അകലെ കൂടിയാണ് ഏറ്റവും അടുത്ത റെയിൽപാളം കടന്നുപോയിരുന്നത്. പട്ടണത്തിലെ ജനസംഖ്യ പരിമിതമായിരുന്നു. ആണ്ടിലെങ്ങാണ്ടൊരിക്കൽ അവിടെ എത്തുന്ന ഒരു കാർ അന്ന് ഒരു അത്ഭുത വസ്തുവായിരുന്നു. ചക്രത്തിന്മേലുള്ള ഈ മഹാത്ഭുതം കാണാനായി ആളുകൾ സകല പണിയും നിർത്തിവെച്ച് ഓടിയെത്തും. ഒറ്റനില കെട്ടിടങ്ങൾ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. പടർന്നു പന്തലിച്ച വൃക്ഷങ്ങളുടെ ഇടയിൽ അവ ചെറിയ കുമിളുകൾ പോലെ പൊന്തി നിന്നു. വലിയൊരു കായ്കനിത്തോട്ടമുള്ള ചെറിയൊരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അവിടെ ധാരാളം ആപ്പിൾ മരങ്ങൾ വളർന്നിരുന്നു. ഞങ്ങൾക്കന്ന് അനേകം വളർത്തുമൃഗങ്ങളുണ്ടായിരുന്നുവെന്നതാണ് അതിലും പ്രധാനം. അവ ഞങ്ങളോടൊപ്പം വളർന്നു. ചിലത് വീട്ടുമൃഗങ്ങളും ചിലത് കാട്ടുജന്തുക്കളുമായിരുന്നു. അച്ഛൻ വേട്ടയ്ക്ക് പോയിട്ട് വരുമ്പോഴെല്ലാം ജീവനുള്ള മൃഗശിശുക്കളെ കൊണ്ടുവരിക പതിവായിരുന്നു. കുട്ടികളായ ഞങ്ങൾ തന്നെയാണ് അവരെ തീറ്റിപ്പോറ്റി വളർത്തിയിരുന്നത്. ഞങ്ങൾ ഓരോരുത്തർക്കും സ്വന്തമായി ഓരോ വളർത്തുമൃഗങ്ങളുണ്ടായിരുന്നു. ഒരാൾക്ക് ഒരു ചെറിയ കുറുക്കൻ കുഞ്ഞ്, മറ്റൊരാൾക്കൊരു കഴുതക്കുട്ടി, ഏറ്റവും ചെറിയ അനിയത്തിക്ക് ഒരു ഗിനിപ്പന്നി. ഞാൻ നിനക്കൊരു ചെന്നായ്ക്കുട്ടിയെ കൊണ്ടുവരാം, അച്ഛൻ എനിക്ക് വാക്കു തന്നു. ചെന്നായോ? വേണ്ട വേണ്ട, ചെന്നായി ഇണക്കാൻ വലിയ പ്രയാസമാണ്. അതിനു പകരം വേറെ എന്തിനെങ്കിലും എനിക്ക് കൊണ്ടുവന്നാൽ മതി. നിങ്ങൾ കാര്യമായി പറയുകയാണോ? അമ്മ അച്ഛനോട് ചോദിച്ചു. അത് കുട്ടികളെ മാന്തുകയും കടിക്കുകയും ചെയ്തിട്ട് ഓടിപ്പോകും. ഭീരുക്കൾ! ഒരു പിഞ്ചു ശിശുവിനെ നിങ്ങൾക്ക് വാസ്തവത്തിൽ ഭയമാണെന്നോ? അത് വലിയ കഷ്ടമാണ്. ചെന്നായ്ക്കളെ നന്നായി ഇണക്കാൻ കഴിയും. ഇണങ്ങിയ ഒരു ചെന്നായെപ്പറ്റിയുള്ള ഒരു സംഭവകഥ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു. ഏറ്റവും വിശ്വസ്തനായ ഒരു പട്ടിയെപ്പോലെ ആ ചെന്നായ് അതിൻ്റെ യജമാനനെ സ്നേഹിച്ചിരുന്നു. അയാൾ പോകുന്നിടത്തെല്ലാം ചെന്നായും പോകും. അത് അയാളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുകയും ദീർഘയാത്രയ്ക്കിടയ്ക്ക് കുതിരകളെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. മദ്യത്തോടുള്ള ആസക്തി മാത്രമായിരുന്നു അതിൻ്റെ ഒരേ ഒരു ദുശ്ശീലം. മദ്യത്തിൻ്റെ മണം വന്നാലുടൻ അത് വീട് മുഴുവൻ പരിശോധിച്ച് കുപ്പി കണ്ടുപിടിക്കും. കണ്ടുകിട്ടിയാലുടൻ അത് നിലത്തിട്ട് ഉരുട്ടി പൊട്ടിച്ച് മദ്യം മുഴുവൻ നക്കി കുടിക്കുകയും ചെയ്യും. മദ്യം കുടിച്ചു കഴിഞ്ഞാൽ അത് തീംക ഫ്രോലോവിനെ പോലെ ബഹളം കൂട്ടുമായിരുന്നോ? ഞങ്ങൾ ചോദിച്ചു. അത് വഴക്കുണ്ടാക്കുകയും പാത്രങ്ങൾ ഉടയ്ക്കുകയും ചെയ്തിരുന്നോ? ഇല്ല, അതൊരിക്കൽ പോലും അങ്ങനെ ചെയ്തിട്ടില്ല. കുടി കഴിഞ്ഞ് ഒരു മൂലയിലേക്ക് ഇഴഞ്ഞു ചെന്ന് കിടന്നുറങ്ങുകയായിരുന്നു അതിൻ്റെ പതിവ്. എന്നിട്ട് ഉറങ്ങിയുണർന്നാൽ അത് പിന്നെയും പഴയതുപോലെ വിവേകത്തോടെ പെരുമാറുകയും വിശ്വസ്തയോടെ പണിയെടുക്കുകയും ചെയ്തിരുന്നു. അതല്ല ഞാൻ ചോദിച്ചത്, ആ ചെന്നായ്ക്ക് പിന്നെ എന്തുപറ്റി എന്താണ്? അത് പറയാം. അതിൻ്റെ യജമാനന് കുതിരവണ്ടിയിലും തീവണ്ടിയിലും വളരെ ദിവസം സഞ്ചരിച്ച് ദൂരെ ഒരിടത്തേക്ക് പോകേണ്ടി വന്നു. പുതിയ സ്ഥലം എങ്ങനെയായിരിക്കുമെന്ന് അയാൾക്ക് തീർച്ചയില്ലായിരുന്നു. ചെന്നായെയും കൊണ്ട് അവിടെ താമസിക്കാൻ വീട് കിട്ടുമോ എന്ന് അയാൾ സംശയിച്ചു. അതുകൊണ്ട് ചെന്നായെ തന്നെ സ്നേഹിതനെ ഏൽപ്പിക്കാൻ അയാൾ തീരുമാനിച്ചു. എന്നാൽ ചെന്നായ്ക്ക് അതിനിഷ്ടപ്പെട്ടില്ല. അതിനാൽ യജമാനൻ അതിനെ ഒരു കാട്ടിൽ കൊണ്ടുവിട്ടു. അയാളെക്കാൾ മുമ്പ് ചെന്നായ് വീട്ടിൽ മടങ്ങിയെത്തി. ഒടുവിൽ ചെന്നായ്ക്ക് വിഷം കൊടുത്തിട്ട് പോകാൻ അയാൾ നിർബന്ധിതനായി. അയാൾ അതിന് കുറച്ച് മരുന്ന് കൊടുത്തു. ചെന്നായ് ബോധം കെട്ട് വീണു. യജമാനന് കഠിനമായ ദുഃഖം തോന്നി. അയാൾ വണ്ടിയിൽ കയറി പുറപ്പെട്ടു. കുറേ ദൂരം ചെന്നപ്പോൾ വണ്ടിയുടെ പിന്നാലെ തൻ്റെ ചെന്നായ് ഓടി വരുന്നത് അയാൾ കണ്ടു. കൊടുത്ത മരുന്നിൻ്റെ അളവ് കുറവായിരുന്നതിനാൽ ചെന്നായ്ക്ക് കുറേ കഴിഞ്ഞ് ബോധം വീണു. അത് യജമാനൻ്റെ പിന്നാലെ ഓടിയെത്തുകയും ചെയ്തു.
പിന്നീടുള്ള 1000 നാഴിക അത് യജമാനനോടൊപ്പം വണ്ടിയിലാണ് സഞ്ചരിച്ചത്. തുടർന്ന് അത് ട്രെയിനിലും ബോട്ടിലും യാത്ര ചെയ്തു. കൂടെയുള്ളത് ഒരു പട്ടിയാണെന്നാണ് അയാൾ എല്ലാവരോടും പറഞ്ഞത്. ചെന്നായ് വളരെ അച്ചടക്കത്തോടെ പെരുമാറിയിരുന്നതുകൊണ്ട് ആർക്കും സംശയം തോന്നിയിട്ടില്ല. അവർ പിന്നീട് ഒരിക്കലും വേർപിരിഞ്ഞില്ല. വളരെ വയസ്സാകുന്നതുവരെ ചെന്നായ് അയാളോടൊപ്പം ജീവിച്ചിരുന്നു. ഭേഷ്, ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചു പറഞ്ഞു. ചെന്നായ്ക്കളെപ്പറ്റി ഒരു കഥ കൂടി പറയൂ അച്ഛാ. കഥ പറഞ്ഞതുകൊണ്ടായില്ല. ഞാനൊരു ചെന്നായ്ക്കുട്ടിയെ കൊണ്ടുവന്ന് തരാം. അതിനെ നിങ്ങൾ തന്നെ തീറ്റിപ്പോറ്റി വളർത്തണം. അപ്പോൾ രസകരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് എന്നോട് പറയാൻ കഴിയും. അന്നു മുതൽ ദിവസവും ഞാൻ അച്ഛനെ അലട്ടിക്കൊണ്ടിരുന്നു. എൻ്റെ ചെന്നായ്ക്കുട്ടി എവിടെ? അച്ഛൻ പറഞ്ഞല്ലോ എനിക്ക് ഒന്നിനെ കൊണ്ടുവരാമെന്ന്. അതെവിടെ? ഒരു പ്രഭാതത്തിൽ ഞാൻ ഉണരുന്നതിനു മുൻപ് ആരോ എൻ്റെ കട്ടിലിനടുത്ത് വന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, എണീക്ക്, കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഉടൻ തന്നെ കാര്യം മനസ്സിലായി. ഞാൻ കട്ടിലിൽ നിന്ന് ചാടിയിറങ്ങി ധൃതിയിൽ ഉടുപ്പിട്ട് മുറ്റത്തേക്ക് ഓടി. ആലയിലേക്ക് ഓടിക്കോ, അച്ഛൻ വിളിച്ചു പറഞ്ഞു. മുറ്റത്തിൻ്റെ മൂലയ്ക്ക് ഒരു കൊട്ടിലുണ്ടായിരുന്നു. തുരുമ്പ് പിടിച്ച ഇരുമ്പ് സാമാനങ്ങൾ, ഒടിഞ്ഞ തെന്നുവണ്ടികൾ, പൊട്ടിയ പാത്രങ്ങൾ മുതലായവ കൂട്ടിയിട്ടിരുന്നത് അവിടെയാണ്. അതിൻ്റെ കതക് അമർത്തി അടച്ചിരുന്നു. വാതിൽ തുറന്നു പോകാതെ ഒരു വലിയ കല്ലും വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വാതിൽ അല്പം തുറന്ന് അകത്ത് കയറി. അകത്തിരുട്ടായിരുന്നു. നല്ല വെളിച്ചത്തിൽ നിന്ന് കയറി വന്നതുകൊണ്ട് എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. കൊല്ലന്മാർ തീ കൂട്ടാറുള്ള അടുപ്പിൻ്റെ അടിയിൽ പെട്ടെന്ന് എന്തോ അനങ്ങുന്ന ശബ്ദം കേട്ടു. ഇരുട്ടിൽ പച്ച നിറമുള്ള 4 കണ്ണുകൾ തിളങ്ങുന്നത് ഞാൻ കണ്ടു. ഞാൻ ഞെട്ടി പിന്മാറി. ഒരു ചെറിയ ചെന്നായ്ക്കുട്ടിയെ കണ്ടാൽ പേടിയാകുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഇതിന് 4 കണ്ണുകളുണ്ടായിരുന്നു. മണ്ടിപ്പെണ്ണെ, അവിടെ 2 എണ്ണമുണ്ട്. ചെന്നായ്ക്കുട്ടികൾ മുരണ്ടു. അവ അടുപ്പിനടിയിൽ കൂടി ഉള്ളിലേക്ക് നുഴഞ്ഞു കയറുകയാണെന്ന് അവയുണ്ടാക്കിയ ശബ്ദം കൊണ്ട് എനിക്ക് മനസ്സിലായി. ഒരു മൃഗത്തോട് അടുക്കാനുള്ള ഒരേ ഒരു മാർഗം അതിനെന്തെങ്കിലും തിന്നാൻ കൊടുക്കുക എന്നതാണെന്ന് അതിനകം തന്നെ എനിക്കറിയാമായിരുന്നു. ഞാൻ അടുക്കളയിലേക്ക് ഓടി. ഒരു പാത്രത്തിൽ കുറേ പാലെടുത്ത് അതിൽ കുറേ റൊട്ടി കഷ്ണങ്ങൾ ഇട്ട് കുതിർത്തു. പാൽപാത്രം ഞാൻ ആലയിലേക്ക് കൊണ്ടുപോയി. കുറേ വെളിച്ചമകത്ത് കലക്കാനായി ഞാൻ ആലയുടെ വാതിൽ തുറന്നു വെച്ചു. പാൽപാത്രം നിലത്ത് വെച്ചിട്ട് ഞാൻ ഇരുട്ടിൽ മറഞ്ഞു നിന്നു. പാൽപാത്രത്തിനടുത്ത് ചെല്ലാൻ ചെന്നായ്ക്കുട്ടികൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. സമയം കുറേ കഴിഞ്ഞു. അവയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പാൽപാത്രത്തിൽ നിന്ന് ഉയർന്ന ഗന്ധം ഹൃദ്യമായിരുന്നു. ഒടുവിൽ ചാരനിറമുള്ള ഒരു ചെറിയ മുഖം പുറത്തേക്ക് എത്തി നോക്കി. തൊട്ടടുത്ത് മറ്റൊന്ന് പ്രത്യക്ഷപ്പെട്ടു. ചെന്നായ്ക്കുട്ടികൾ ഇഴഞ്ഞ് പുറത്തു വന്ന് ചുറ്റും നോക്കിയിട്ട് സാവധാനം പാൽപാത്രത്തിനടുത്തേക്ക് ചെന്നു. അതിനടുത്തെത്തിയപ്പോൾ പേടിയുടെ കാര്യം അവ മറന്നെന്ന് തോന്നി. കാലുകൾ കവച്ചു വെച്ച് നിന്നുകൊണ്ട് അവ പാൽപാത്രത്തിൽ നിന്ന് റൊട്ടിക്കഷ്ണങ്ങൾ തപ്പിയെടുത്ത് തിന്നു തുടങ്ങി. അവ വിറയ്ക്കുകയും പരസ്പരം തള്ളിമാറ്റുകയും ചെയ്തിരുന്നു. ഒരേ സമയത്ത് തന്നെ തിന്നുകയും മുരളുകയും ചെയ്തിരുന്നതുകൊണ്ട് ഭക്ഷണം അവയുടെ തൊണ്ടയിൽ തടഞ്ഞു. അവ പാൽപാത്രത്തിലേക്ക് തന്നെ ചുമച്ചുകൊണ്ടിരുന്നതിനാൽ പാലിൽ കുമിളകളുണ്ടായി. തിന്നുന്നതിനുള്ള വ്യഗ്രതയിൽ അവ എന്നെ കണ്ടില്ല. ഞാൻ ശബ്ദമുണ്ടാക്കാതെ അവയുടെ അടുത്തെത്തി. അവ പട്ടിക്കുഞ്ഞുങ്ങളെപ്പോലെയിരുന്നു. വലിയ വയറും വലിയ പാദങ്ങളുമായിരുന്നു അവയുടേത്. അവയുടെ വാൽ നേർത്ത് രോമം കുറഞ്ഞതും ചെവികൾ കൂർത്ത് നിവർന്നു നിൽക്കുന്നതുമായിരുന്നു എന്നതാണ് പട്ടിക്കുഞ്ഞുങ്ങളിൽ നിന്ന് അവയ്ക്കുണ്ടായിരുന്ന വ്യത്യാസം. വളരെ വേഗം പാത്രം കാലിയായി. എന്നിട്ടും അവ ജോലി തുടർന്നുകൊണ്ടിരുന്നു. ഒരെണ്ണം പാത്രത്തിനുള്ളിൽ 4 കാലും കുത്തി നിന്ന് അത് നക്കിത്തുളച്ചു തുടങ്ങി. മറ്റേ ചെന്നായ്ക്കുട്ടി തലയുയർത്തി. അത് പേടിച്ച് എന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് നിന്നു. അത് പരിഭ്രമിച്ച് നിൽക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് താലോലിക്കനായി ഒരു കൈ നീട്ടി. ഒറ്റക്കടി. എനിക്ക് കൈ വലിച്ചെടുക്കാൻ സമയം കിട്ടിയില്ല. ചെന്നായ്ക്കുട്ടി തിരിഞ്ഞോടി. നീചൻ! കേവലം ഒരു ശിശുവായിരുന്നെങ്കിലും തന്നെ തലോടാൻ അത് ആരെയും അനുവദിക്കുകയില്ലായിരുന്നു. അതെൻ്റെ വിരൽ കടിച്ചെടുത്തേനെ. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അതിന് റൊട്ടിയും പാലും കൊടുത്തതോ? ശരി, ഞാൻ കാണിച്ചു കൊടുക്കാം. അവയോട് അങ്ങോട്ട് കയറി ചങ്ങാത്തം പിടിക്കാൻ ഞാൻ ശ്രമിച്ചില്ല. എങ്കിലും അവയുടെ പെരുമാറ്റം എന്നെ വേദനിപ്പിച്ചു. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കുട്ടികൾ ചുറ്റും കൂടി. ചെന്നായ്ക്കുട്ടികളെ നീ കണ്ടോ? അവ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഒന്നാന്തരം ചെന്നായ്ക്കളാണവ, കൂസലില്ലാതെ ഞാൻ പറഞ്ഞു. ഇതിനകം തന്നെ അവയ്ക്ക് എന്നെ പരിചയമായി കഴിഞ്ഞു. ഞാൻ പറയുന്നത് അവ അനുസരിക്കും. അവയ്ക്ക് പേരിടുന്നത് എന്തായിരിക്കണം എന്നതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അടുത്തൊരിടത്ത് കിടന്ന തടിക്കഷ്ണങ്ങളിൽ ഞങ്ങളിരുന്ന് കൂടിയാലോചിച്ചു. ഒന്നാണും ഒന്ന് പെണ്ണുമാണെന്ന് അച്ഛൻ പറഞ്ഞിരുന്നതുകൊണ്ട് ഞങ്ങൾ അവയ്ക്ക് തോംചിക് എന്നും ദിയാൻക എന്നും പേരിട്ടു. ഉച്ചയായപ്പോൾ ഞാൻ വീണ്ടും കുറേ ആഹാരം കൊണ്ടുവന്നു. കോഴി കൊക്കുന്നത് പോലെ ശബ്ദമുണ്ടാക്കി ഞാൻ അവയെ വിളിച്ചു. ചെന്നായ്ക്കുട്ടികൾ ഇഴഞ്ഞു പുറത്തു വന്ന് തീറ്റ തുടങ്ങി. ഞാൻ വാതിൽ മലർക്കെ തുടർന്നിട്ടു. ഞങ്ങളുടെ പട്ടികൾ അകത്തു വന്നു. അവ ചെന്നായ്ക്കുട്ടികളെ ഉപദ്രവിക്കുമെന്ന് പേടിച്ച് അവയെ ആട്ടിയോടിക്കാൻ ഞാൻ മുതിർന്നു. എന്നാൽ വാൽ കാലുകൾക്കിടയിൽ തിരുകിക്കൊണ്ട് മുഖത്ത് വലിയ പുഞ്ചിരിയുമായി ചെന്നായ്ക്കുട്ടികൾ പട്ടികളുടെ സമീപത്തേക്ക് ഓടിയെത്തുകയാണ് ചെയ്തത്.
അവ പട്ടികളുടെ മൂക്കിൽ നക്കാൻ ശ്രമിക്കുകയും മലർന്നു കിടന്ന് കാലുകൾ കുടഞ്ഞ് പട്ടിക്കുഞ്ഞുങ്ങളെ പോലെ കളിക്കുകയും ചെന്നു. പട്ടികളെ കണ്ട് അവ ചെന്നായ്ക്കളാണെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാകാം ആ ചെന്നായ്ക്കുട്ടികൾ തുള്ളിച്ചാടിയത്. പട്ടികൾ മുറുമുറുത്തു. ചെന്നായ്ക്കുട്ടികളിലായിരുന്നില്ല, തീറ്റപാത്രത്തിലായിരുന്നു അവയ്ക്ക് താൽപ്പര്യം. അവ പാത്രം മണത്തു നോക്കിയിട്ട് അതിൽ അവശേഷിച്ചിരുന്നത് അകത്താക്കിയ ശേഷം സ്ഥലം വിട്ടു. പട്ടികളെ കണ്ടുകിട്ടിയതിലുള്ള സന്തോഷം കൊണ്ട് ചെന്നായ്ക്കുട്ടികൾ പേടിയും മുൻകരുതലും മറന്ന് അവയുടെ പിന്നാലെ ഓടി. ആലയിൽ നിന്ന് വളരെ ദൂരെ എത്തിയ ശേഷമാണ് അവ പേടിച്ച് ചുറ്റും നോക്കിയത്. കാടുപോലെയൊന്നും ആയിരുന്നില്ല ആ മുറ്റം. അവിടെ ഒരു പിടിവണ്ടി കിടക്കുന്നത് കണ്ട് അവ നിലത്തോട് ചേർന്ന് പതുങ്ങിയിരുന്നു. എന്നാൽ കുറേ നേരം കഴിഞ്ഞിട്ടും വണ്ടി അനങ്ങുന്നില്ല. തങ്ങളെ ആക്രമിക്കാൻ അത് ഒരുമ്പെടുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ അവയ്ക്ക് ധൈര്യമായി. കഴുത്ത് നീട്ടിപ്പിടിച്ചുകൊണ്ട് അവ ഒടുവിൽ മുറ്റത്തിന് നടുക്കെത്തി. അപ്പോഴും അവ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ചെന്നായ് കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പട്ടികൾ വളരെ മുമ്പ് തന്നെ ഉമ്മറത്തെത്തിയിരുന്നു. ചെന്നായ്ക്കുട്ടികൾ ദയനീയമായി മോങ്ങിയെങ്കിലും പട്ടികൾ തിരിച്ചു വരാൻ കൂട്ടാക്കിയില്ല. കുറെ കഴിഞ്ഞ് ചെന്നായ്ക്കുട്ടികൾ വീണ്ടും ഓട്ടം തുടങ്ങി. കഷ്ടകാലത്തിന് അവ കളപ്പുരയുടെ അടുത്തുകൂടിയാണ് കടന്നുപോയത്. ലൂട്ട് എന്നു പേരുള്ള ഞങ്ങളുടെ പെൺപട്ടി കളപ്പുരയിൽ പ്രസവിച്ചു കിടക്കുകയായിരുന്നു. ചെന്നായ്ക്കുട്ടികൾ തൻ്റെ കുഞ്ഞുങ്ങളെ പിടിക്കാൻ വരികയാണെന്ന് ലൂട്ട് നിശ്ചയിച്ചു. അവൾ പാഞ്ഞു വന്ന് തോംചിക്കിനെ കഴുത്തിന് പിടിച്ചു പൊക്കി ദേഷ്യത്തോടെ കുടഞ്ഞു തുടങ്ങി. ഞങ്ങൾ സഹായത്തിന് ഓടിയെത്തി. ലൂട്ട് അതിനെ വിട്ടു. തോംചിക്കും ദിയാൻകയും ആലയിലേക്ക് ഓടിപ്പോയി. അടുപ്പിനടിയിലേക്ക് നുഴഞ്ഞു കയറി അവ നിശ്ചലരായിരുന്നു. പാവം തോംചിക് ആദ്യമായി പുറത്തിറങ്ങിയപ്പോൾ അവന് പറ്റിയത് കണ്ടില്ലേ? അപരാധബോധത്തോടെ ഞങ്ങൾ ആലയ്ക്ക് ചുറ്റും കൂടി നിന്നു. അടുപ്പിനടിയിലേക്ക് കുനിഞ്ഞു നോക്കിക്കൊണ്ട് ഞങ്ങൾ ചെന്നായ്ക്കുട്ടികളെ മൃദുസ്വരത്തിൽ വിളിക്കുകയും സ്വാദുള്ള പല സാധനങ്ങളും അവയ്ക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്തു. ഞങ്ങൾ കൊടുത്തതെല്ലാം തിന്നെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് പകരം അവ ദേഷ്യത്തോടെ മുരളുകയാണ് ചെയ്തത്. എന്നാൽ ഇത്രയധികം ക്ഷോഭിച്ചിരുന്നിട്ടും അവയ്ക്ക് വളരെ നേരം അടുപ്പിനടിയിൽ പതുങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. ആദ്യം തല പുറത്ത് കാട്ടിയത് ദിയാൻകയായിരുന്നു. അവൾ അടുപ്പിനടിയിൽ നിന്ന് ഇഴഞ്ഞ് പുറത്തു വന്ന് കുറച്ചു സമയം ഇരുന്നിട്ട് വീണ്ടും അടുപ്പിനടിയിലേക്ക് ഓടിക്കയറി. പിന്നീട് തോംചിക്കും കൂടി ഇറങ്ങി വന്നു. അവൻ്റെ ചെവിയിൽ ചോര പുരണ്ടിരുന്നു. തലയിലെ രോമം അലങ്കോലപ്പെട്ടിരുന്നു. കണ്ണിന് താഴെ ഒരു പോറലുണ്ടായിരുന്നു. അവൻ തല കുടയുകയും മുറിവുള്ള ചെവി നിലത്തേക്ക് വളച്ചു പിടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവർ രണ്ടുപേരും മുറ്റത്ത് നോക്കിക്കൊണ്ട് ആലയുടെ പടിയിന്മേൽ തൊട്ടുതൊട്ടിരുന്നു. അശരണരായ രണ്ടു ജീവികൾ. പിറ്റേ ദിവസവും അങ്ങനെ തന്നെ കഴിഞ്ഞു. എന്നാൽ മൂന്നാം ദിവസം ഞാൻ രാവിലെ ആഹാരം കൊണ്ടുചെന്നപ്പോൾ അവ വാതിലിനടുത്ത് കാത്തു നിന്നിരുന്നു. ദിയാൻകയ്ക്കാണ് അവളുടെ സഹോദരനേക്കാൾ ധൈര്യം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വിളിക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് അവളായിരുന്നു. പാത്രം കണ്ടാലുടനെ അവൾ കൊതിയോടെ ചിറി നക്കി തുടങ്ങും. ദിയാൻക എൻ്റെ പിന്നാലെ മുറ്റത്തേക്ക് വന്നു. ചെയ്യുന്നതെന്താണെന്ന് മനസ്സിലാക്കാതെ അവൾ പടികൾ ചവിട്ടിക്കയറി എൻ്റെ പിറകെ ഉമ്മറത്തെത്തി. തോംചിക്ക് താഴെ നിന്നതേയുള്ളൂ. ഞങ്ങൾ ഉമ്മറത്തിരുന്ന് ചായ കുടിക്കുകയായിരുന്നു. ദിയാൻകയെ നോക്കി എല്ലാവരും പുഞ്ചിരിക്കുകയും സ്വാദുള്ള എന്തെങ്കിലുമൊന്ന് അവൾക്ക് കൊടുക്കുകയും ചെയ്തു. അതൊക്കെ അകത്താക്കിയിട്ട് സംതൃപ്തിയായി അവൾ സഹോദരൻ്റെ അടുത്തേക്ക് മടങ്ങിച്ചെന്നു. ഭീരുവായ തോംചിക്ക് അവളുടെ ചിറി മണത്ത് നോക്കി. സ്വാദുള്ള എന്തോ അവൾ തിന്നുകയാണെന്ന് അവന് മനസ്സിലായി. അവൻ സ്വന്തം ചിറി നക്കിക്കൊണ്ട് വീണ്ടും മണം പിടിച്ചു. ദിയാൻക സന്തുഷ്ടയായി അവിടെ നിന്നു. അവളുടെ കണ്ണുകൾ മുത്തുപോലെ തിളങ്ങി. വയറൊരുപാട് നിറഞ്ഞതുകൊണ്ട് അവൾക്ക് വാൽ താഴ്ത്തിയിടാൻ കഴിഞ്ഞില്ല. അതൊരു കമ്പുപോലെ മുകളിലേക്ക് പൊന്തി നിന്നു. ധൈര്യശാലിയാകുന്നത് എത്ര നല്ലതാണ് എന്ന് അവൾ പറയുകയാണെന്ന് തോന്നി. പിന്നീട് ചുറ്റുപാടും ഒന്ന് പരിശോധിക്കാൻ രണ്ടുപേരും പുറപ്പെട്ടു. ഇപ്പോൾ അവർക്ക് മുമ്പത്തെ പോലെ പേടിയുണ്ടായിരുന്നില്ല. അവർ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് വീടിന് വലം വെച്ച് തോട്ടത്തിലെത്തി. ഞാൻ ശബ്ദമുണ്ടാക്കാതെ പിന്നാലെ ചെന്നു. തോട്ടത്തിലെത്തിയപ്പോൾ അവർക്ക് കാടിൻ്റെ ഓർമ്മ വന്നെന്ന് തോന്നി. അവർക്ക് കൂടുതൽ ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടായി. അവർ കുറ്റിച്ചെടികളുടെ ഇടയിലേക്ക് പാഞ്ഞു. കുറെ കഴിഞ്ഞ് തുറസായ സ്ഥലത്തേക്ക് ഓടി വന്ന് അവർ കളി തുടങ്ങി. കളി മതിയാക്കി അവർ വീണ്ടും മരങ്ങളുടെ ഇടയിൽ മറഞ്ഞു. അവർ ഓരോ മരവും ചെടിയും മണത്തു നോക്കി. ഒടുവിൽ ക്ഷീണിച്ച് ചെറിമരങ്ങളുടെ ഇടയിൽ കിടന്ന് ഉറങ്ങി. ഞാൻ അവരെ അവിടെ വിട്ടിട്ട് വീട്ടിലേക്ക് പോയി. കുറെ കഴിഞ്ഞ് ഞാൻ ഭക്ഷണവുമായി വന്ന് അവരെ വിളിച്ചു. പക്ഷേ അവർ അവിടെ ഉണ്ടായിരുന്നില്ല. അവർ വരുന്നുണ്ടോ എന്ന് ദൂരത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും വിളിച്ചു. ഒടുവിൽ ഞാൻ പാത്രം പുല്ലിൽ വെച്ചു. ഒരു കമ്പൊടിച്ച് പാത്രത്തിലെ ആഹാരം ഇളക്കിക്കൊണ്ട് ഞാൻ പുല്ലിലിരുന്നു. അവർ എവിടെ പോയി? എനിക്ക് വെപ്രാളമായി. പെട്ടെന്ന് ഞാൻ ഇരുന്നതിന് തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിൽ രണ്ട് തലകൾ കണ്ടു. അവർ ശബ്ദമുണ്ടാക്കാതെ നേരത്തെ തന്നെ അവിടെ എത്തി എൻ്റെ ഓരോ ചലനവും ശ്രദ്ധിക്കുകയായിരുന്നെന്ന് തോന്നി. അവർ എൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നിട്ടും ഞാൻ അറിയാതിരുന്നതുകൊണ്ട് ഞാൻ ബധിരയാണെന്ന് അവർ വിചാരിച്ചു കാണും.
പക്ഷെ ഞാൻ എങ്ങനെ അറിയാനാണ്? തടിച്ച് ഒതുക്കമില്ലാത്ത ദേഹമായിരുന്നു അവരുടേതെങ്കിലും അവർ ഒരു ശലഭത്തിൻ്റെ അത്ര ഒച്ച പോലും കേൾപ്പിച്ചിരുന്നില്ല. അവർ തിന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പുല്ലിൽ നീണ്ടു നിവർന്നു കിടന്ന് ഉറങ്ങിയ ഭാവം നടിച്ചു. തോട്ടത്തിലെത്തിയത് മുതൽ തങ്ങൾ സ്വതന്ത്രരാണെന്ന ബോധമുണ്ടായതുകൊണ്ടോ അതോ എന്നെ അവർക്ക് പരിചയമായി കഴിഞ്ഞതുകൊണ്ടോ എന്നറിയില്ല, അവർ തീരെ മര്യാദയില്ലാതെയാണ് പെരുമാറിയത്. ഒന്നെൻ്റെ മുഖത്തേക്ക് തന്നെ ശ്വാസം വിട്ടു, മറ്റത് എൻ്റെ മുടിയും ഉടുപ്പും പിടിച്ചു വലിച്ചു. ദിയാൻക എൻ്റെ ചെരുപ്പ് ഊരിയെടുത്ത് കുട്ടിക്കാട്ടിനുള്ളിലേക്ക് വലിച്ചുകൊണ്ടുപോയി. അത് തട്ടിയെടുക്കാൻ തോംചിക് അവളുടെ പിന്നാലെ ഓടി. ഒടുവിൽ അവരുടെ ആ പുതിയ കളിപ്പാട്ടം ഞാൻ കൈക്കലാക്കിയപ്പോൾ അത് ദയനീയമായൊരു സ്ഥിതിയിലായിരുന്നു. അവർ പകൽ മുഴുവൻ തോട്ടത്തിൽ കഴിച്ചു, രാത്രിയിലും അവിടെ തന്നെ തങ്ങി. ദിവസങ്ങൾ പലത് കഴിഞ്ഞു. ചെന്നായ് കുട്ടികൾക്ക് തോട്ടത്തിൽ പരിപൂർണ സ്വാതന്ത്ര്യമായിരുന്നു. എപ്പോഴും അവർക്ക് നിറച്ചു തിന്നാൻ കൊടുക്കുന്നതിലായിരുന്നു എൻ്റെ ശ്രദ്ധ. വിശന്നാൽ അവർ സ്വയം നായാട്ടിന് പുറപ്പെട്ടേക്കുമെന്ന് ഞാൻ ഭയന്നു. അതിരാവിലെ 5 മണിക്കാണ് ആദ്യത്തെ ഭക്ഷണം ഞാൻ അവർക്ക് കൊടുത്തിരുന്നത്. അത്ര നേരത്തെ ആരെയും ഉണർത്തേണ്ടെന്ന് കരുതി തലേന്ന് രാത്രി തന്നെ ഭക്ഷണം തയ്യാറാക്കി ഞാൻ കട്ടിലിനടുത്ത് വയ്ക്കാറുണ്ടായിരുന്നു. സൂര്യനുദിച്ചാൽ ഞാൻ ജനൽ വഴി തോട്ടത്തിലേക്ക് ഇറങ്ങി ചെന്നായ്ക്കുട്ടികളെ തീറ്റും. അവർ തിന്നു കഴിഞ്ഞാലുടൻ ഞാൻ പാത്രവുമെടുത്ത് ജനലിൽ കൂടി തന്നെ മുറിയിൽ കയറി വീണ്ടും കിടന്നുറങ്ങും. ചെന്നായ്ക്കുട്ടികൾ ജനലിനടുത്ത് വരെ എന്നെ അനുഗമിക്കും. ഞാൻ എന്തെങ്കിലും സമയത്തിന് ഉണർന്നില്ലെങ്കിൽ അവർ ജനലിന് കീഴേ എത്തി പിൻകാലുകളിൽ നിന്ന് തല പൊക്കിപ്പിടിച്ച് മോങ്ങിത്തുടങ്ങുക പതിവായിരുന്നു. എൻ്റെ കട്ടിൽ ജനലിനടുത്താണ് കിടന്നിരുന്നത്. ഞാൻ ഉണർന്ന് തല പുറത്തേക്ക് നീട്ടിയാലുടൻ അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. അവർ വളരെ വേഗം ഇണങ്ങി. എനിക്ക് അവരോട് വലിയ സ്നേഹമായിരുന്നു. ദീർഘനേരം അവരെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് സങ്കടമായിരുന്നു. വളരെ നേരം ഞാൻ അവരോടൊപ്പം കളിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ പുല്ലിൽ കുത്തിമറിയുകയും തോട്ടത്തിൽ ഓടി നടക്കുകയും ചെയ്തു. ഞാൻ വായിക്കാനായി തോട്ടത്തിലെത്തിയാലുടൻ അവർ ഓടിയെത്തി എനിക്ക് അഭിമുഖമായി ഇരിക്കും. ഏതാനും നിമിഷങ്ങൾ അങ്ങനെ ഇരുന്നിട്ട് അവർ എന്നെ ശല്യപ്പെടുത്താൻ വരും. ഒരു ദിവസം ഞാൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദിയാൻകയ്ക്ക് കലശലായ മുഷിവ് തോന്നി. അവൾ കോട്ടുവായി ഇട്ടുകൊണ്ട് പുസ്തകത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. ഞാൻ അവളെ തള്ളിമാറ്റി. മലർത്തിയിട്ട് ഞാൻ അവളുടെ പിൻകാലുകളിൽ പിടിച്ച് പുല്ലിലൂടെ ഇഴച്ചു കൊണ്ടുപോയി. ഈ സമയത്ത് തോംചിക്ക് എൻ്റെ പുസ്തകം തട്ടിയെടുത്ത് ആഹ്ലാദത്തോടെ പിച്ചി ചീന്തി. അവർക്ക് രസകരമായൊരു ശീലമുണ്ടായിരുന്നു. തീറ്റി കഴിയുമ്പോൾ അവരുടെ വയർ വീർത്ത് സ്തംഭിച്ചിരിക്കും. അപ്പോൾ അവർ വയർ പുല്ലിൽ ഉരുമ്മിക്കൊണ്ട് നിലത്ത് കിടന്നിഴയും. അതൊരു അത്ഭുതമായിരുന്നു. വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും തിരുമ്മൽ ഒരു നല്ല ചികിത്സയാണെന്ന് അവർക്കറിയാമായിരുന്നു. ഒരിക്കൽ തോട്ടത്തിലൂടെ നടക്കുമ്പോൾ കുറേ പ്ലം പഴങ്ങൾ പറിക്കാൻ ഞാൻ നിശ്ചയിച്ചു. കയ്യെത്തി പറിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാനൊരു മരത്തിൽ കയറി കൊമ്പുകൾ കുലുക്കി. പ്ലം പഴങ്ങൾ തുഴുതുരെ താഴെ വീണു. ഞാൻ കുറേ അധികം പഴങ്ങൾ കുലുക്കിയിട്ടെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ താഴെ ഇറങ്ങി നോക്കിയപ്പോൾ ഒരെണ്ണം പോലും നിലത്തുണ്ടായിരുന്നില്ല. ഇതെന്തൊരു മറിമായം, ഞാൻ വിചാരിച്ചു. ഞാൻ പിന്നെയും മരത്തിൽ കയറി കൊമ്പുകൾ കുലുക്കി. ഞാൻ താഴെ ഇറങ്ങിയപ്പോൾ ദിയാൻകയും തോംചിക്കും പ്ലം പഴങ്ങൾ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് പഴങ്ങൾ ഇഷ്ടമാണെന്നും ഏറ്റവും സ്വാദുള്ളത് ഏതാണെന്ന് തിരിച്ചറിയാമെന്നും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഏറ്റവും നന്നായി പഴുത്ത പഴങ്ങളാണ് അവർ എപ്പോഴും തിരഞ്ഞെടുത്തത്. പിന്നീട് ഞാൻ പ്ലമ്മിൻ്റെയും ആപ്രിക്കോട്ടിൻ്റെയും ആപ്പിളിൻ്റെയും കൊമ്പുകൾ കുലുക്കി അവർക്ക് പഴങ്ങൾ കൊടുക്കുക പതിവായി. തോട്ടത്തിൻ്റെ ഓരോ മുക്കും മൂലയും അവർക്ക് സുപരിചിതമായിരുന്നു. എന്നാൽ അവർ ദുർലഭമായ വീട്ടിലേക്ക് കടക്കാറുള്ളൂ. ആളുകളുടെ സാമീപ്യം അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അവർ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത ഒരേയൊരു മനുഷ്യജീവി ഞാൻ മാത്രമായിരുന്നു. അവർ എന്നെ കണ്ടാൽ ഓടിയെത്തി എന്നെ മുട്ടിയുരുമ്മി നിൽക്കും. ചാടി മുൻകാലുകൾ എൻ്റെ തോളിൽ വയ്ക്കും. എൻ്റെ മുഖത്തും കൈകളിലും നക്കും. ചെന്നായ് കുട്ടികൾക്ക് മറ്റുള്ളവരുടെ ശബ്ദത്തിൽ നിന്ന് എൻ്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയുമെന്ന് ഞാനൊരിക്കൽ വീമ്പടിച്ചു. എല്ലാവരും എന്നെ കളിയാക്കി. അത് വെറും നുണ. അവർക്ക് നിൻ്റെ ഒച്ച തിരിച്ചറിയാൻ കഴിയില്ല. തീറ്റ തിന്നാൻ വേണ്ടി മാത്രമാണ് അവർ നിൻ്റെ അടുത്ത് വരുന്നത്. നല്ല വിശപ്പുള്ളപ്പോൾ ആര് തീറ്റ കൊടുത്താലും അവർ തിന്നും. ഇല്ല, തിന്നുകയില്ല, ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. നമുക്ക് പരീക്ഷ നോക്കാം. പരീക്ഷണം കാണാൻ 8 കുട്ടികൾ കാത്തുനിന്നു. മുതിർന്നവർ പോലും താല്പര്യം കാണിച്ചു. എല്ലാവരും തോട്ടത്തിൻ്റെ വാതിൽക്കലെത്തി. പാത്രം എൻ്റെ കയ്യിൽ തരൂ, എൻ്റെ സഹോദരി പറഞ്ഞു. അവൾ ഭക്ഷണം നിറച്ച പാത്രവും എടുത്തുകൊണ്ട് തോട്ടത്തിൽ കയറി ചെന്നായ്ക്കുട്ടികളെ വിളിച്ചു. എത്ര വിളിച്ചിട്ടും അവർ വന്നില്ല. അവർ ഇളീഭിയായി തിരിച്ചു വന്നു. പിന്നെ 2 കുട്ടികൾ കൂടി പരീക്ഷിച്ചു നോക്കി. എല്ലാവരുടെയും ഊഴം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തീറ്റപാത്രം കയ്യിലെടുക്കാതെ ചെന്ന് വിളിച്ചാലും അവർ വരും. വാസ്തവത്തിൽ എനിക്ക് അക്കാര്യം അത്ര തീർച്ചയുണ്ടായിരുന്നില്ല. അവർ വന്നില്ലെങ്കിലോ? ദിയാൻക, തോംചിക്, ഞാൻ വിളിച്ചു. എൻ്റെ ഹൃദയം പടപടാ മിടിച്ചുകൊണ്ടിരുന്നു.
അവർ എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത് എല്ലാവരും കണ്ടു. അവർ ഞാൻ വിളിക്കുന്നതും കാത്തു നിൽക്കുകയായിരുന്നെന്ന് തോന്നി. അത്ര പെട്ടെന്നാണ് അവർ ഓടിയെത്തിയത്. കണ്ടോ, അവർക്ക് എൻ്റെ ശബ്ദം തിരിച്ചറിയാൻ പാടില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? വേനൽക്കാലം അവസാനിക്കാറായി. ചെന്നായ്ക്കുട്ടികൾ കുറേ അധികം വളർന്നു കഴിഞ്ഞിരുന്നു. പട്ടികൾ ഇപ്പോൾ അവരോട് ആദരപൂർവ്വം പെരുമാറി. ദിയാൻകയും തോംചിക്കും തീരെ ചെറുതായിരുന്നപ്പോൾ പട്ടികൾ അവരെ ഒട്ടും ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സംഗതി ആകെ മാറി. പട്ടികൾ പതിവായി എൻ്റെ ചെന്നായ്ക്കുട്ടികളെ സന്ദർശിക്കാൻ എത്താറുണ്ടായിരുന്നു. ഒരു ദിവസം പട്ടികൾ തോട്ടത്തിലേക്ക് ഓടിയെത്തി. അവ മരങ്ങളുടെ ചുറ്റും ഓടുകയും കുരയ്ക്കുകയും ആഹ്ലാദഭരിതരായി മുരളുകയും കുത്തിമറിയുകയും ചെയ്തു. തെളിവുള്ള ഒരു നല്ല പ്രഭാതമായിരുന്നു അത്. നിലത്ത് നല്ല പതുപതുപ്പ്. കൊഴിഞ്ഞു വീണ ഇലകളുടെ ഇടയിൽ മുഖം പൂഴ്ത്തി ഒരു നിമിഷം പോലും നിൽക്കാതെ ഇലകൾ മുകളിലേക്ക് പറത്തി അവ കളിച്ചുകൊണ്ടിരുന്നു. ആ കളി നിർത്താൻ അവ അശക്തരാണെന്ന് തോന്നി. ചാവി കൊടുത്ത സ്പ്രിംഗ് പാവകളെപ്പോലെ അവ കൂത്താടി. ചെന്നായ്ക്കുട്ടികൾക്ക് ഇത് കണ്ടപ്പോൾ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. താമസിയാതെ അവരും കളിയിൽ ചേർന്നു. ദിയാൻക തോംചിക്കിന് ഒരടി കൊടുത്തിട്ട് ഓടിപ്പോയി പതുങ്ങിയിരുന്നു. വാ തോംചിക്, ചെന്നായ്ക്കൾ കളിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം എന്നവൾ പറയുകയായിരുന്നുവെന്ന് തോന്നി. അവിടെയുണ്ടായ ബഹളം ഒന്ന് കാണേണ്ടതായിരുന്നു. ദിയാൻക അതിവേഗം ഓടി. സഗ്രായ് അവളെ പിന്തുടർന്നു. ലൂട്ട് തോംചിക്കിൻ്റെ വാലിൽ കടിച്ചു വലിച്ചു. തോംചിക് പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് ലൂട്ടിനെ നിലത്തു മലർത്തിയിട്ടു. എന്നാൽ ലൂട്ടിന് അതിൽ പരിഭവമൊന്നുമില്ലായിരുന്നു. അവൾ ചാടി എണീറ്റ് ദേഹം കുടഞ്ഞിട്ട് പൂർവാധികം ഉന്മേഷത്തോടെ വീണ്ടും കളി തുടങ്ങി. അതിനുശേഷം എല്ലാ ദിവസവും പട്ടികൾ തോട്ടത്തിലെത്തും. ചിലപ്പോൾ ദിയാൻകയും തോംചിക്കും അവരോടൊപ്പം മുറ്റം വരെ വരാറുണ്ടായിരുന്നു. പട്ടികളും ചെന്നായ്ക്കളും ഉറ്റ ചങ്ങാതിമാരായിത്തീർന്നു. വളരെ അപൂർവമായി മാത്രമേ ചെന്നായ്ക്കളും പട്ടികളും തമ്മിൽ ഇങ്ങനെ സുഹൃത്ത് ബന്ധം വളർന്നു വരാറുള്ളെങ്കിലും ഒരിക്കൽ ഒരു ചെന്നായും പട്ടിയും തമ്മിൽ കൂട്ടായാൽ അവ എന്നെന്നും കൂട്ടുകാരായിരിക്കും. യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവം ഞാൻ വിവരിക്കാം. വടക്കൻ പ്രദേശത്തുള്ള ഒരു യക്കൂത്തുകാരൻ റെയിൻഡിയറുകളെയും കൊണ്ട് ഒരിടത്ത് താവളമടിച്ചു. പറ്റത്തെ കാത്തു സൂക്ഷിക്കുന്നതിന് ശൗര്യമുള്ള ഒരു പെൺപട്ടി അയാൾക്കുണ്ടായിരുന്നു. ആ പട്ടി ഉണക്കമീൻ കടിച്ചെടുത്ത് കാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അയാൾ കണ്ടു. അയാൾ പട്ടിയുടെ പിന്നാലെ ചെന്നെങ്കിലും ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എല്ലാ ദിവസവും പട്ടി മീൻ കാട്ടിലേക്ക് കൊണ്ടുപോവുക പതിവായി. അവൾ ഇത് തിന്നാതെ എവിടെ കൊണ്ടുപോവുകയാണ്? അയാൾ അത്ഭുതപ്പെട്ടു. ആ വസന്തത്തിൽ അപ്രതീക്ഷിതമായി പട്ടി പ്രസവിച്ചു. ഉടമസ്ഥന് സന്തോഷമായി. യക്കൂത്തുകാരായ റെയിൻഡിയർ വളർത്തുകാർക്ക് പട്ടിക്കുട്ടികളെ കിട്ടുന്നത് എപ്പോഴും നല്ലതാണ്. വടക്കൻ പ്രദേശത്ത് ഒരു നല്ല പട്ടിയെ കൊടുത്താൽ ഒരു റെയിൻഡിയറിനെ കിട്ടും. പട്ടിക്കുട്ടികൾ നല്ല ഇനമാണെന്ന് അയാൾക്ക് മനസ്സിലായി. ശക്തിയും ഉറപ്പുമുള്ള ദേഹമായിരുന്നു അവയുടേത്. അവ അതിവേഗം വളർന്നുകൊണ്ടിരുന്നു. താമസിയാതെ അയാൾ വേനൽക്കാലത്തെ മേച്ചിൽ സ്ഥലങ്ങളിലേക്ക് താമസം മാറ്റാൻ തയ്യാറായി. സാമാനങ്ങളൊക്കെ കെട്ടി സ്ലെഡ്ജിലിട്ട് അയാൾ യാത്ര പുറപ്പെട്ടു. പട്ടിയും പാതി വളർന്ന പട്ടിക്കുഞ്ഞുങ്ങളും അയാളുടെ പിന്നിൽ നടന്നു. പെട്ടെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ചെന്നായ് തൻ്റെ ശ്വാന കുടുംബത്തോടൊപ്പം മുന്നോട്ട് നീങ്ങുന്നതാണ് അയാൾ കണ്ടത്. അയാൾ തോക്കെടുത്ത് നിറയൊഴിക്കാൻ ഭാവിച്ചെങ്കിലും പെട്ടെന്നെന്തോ ഓർമ്മ വന്നതുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്തില്ല. പട്ടിക്കുട്ടികളുടെ പിതാവാണ് ആ ചെന്നായെന്നും അതിന് കൊടുക്കാനാണ് പെൺപട്ടി ഉണക്കമീൻ മോഷ്ടിച്ചു കൊണ്ടുപോയതെന്നും തൽക്ഷണം അയാൾക്ക് മനസ്സിലായി. അയാൾ തോക്ക് താഴെ വെച്ചു. ചെന്നായ് പട്ടികളോടൊപ്പം വേനൽക്കാല മേച്ചിൽസ്ഥലത്തേക്ക് യാത്ര ചെയ്തു. ശൈത്യകാലമായപ്പോഴേക്കും ദിയാൻകയും തോംചിക്കും ഏതാണ്ട് പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞു. രോമങ്ങൾക്ക് കട്ടിയും നീളവും വെച്ചു. മുഖത്തിൻ്റെ ഇരുവശങ്ങളിലും കൃതാവ് പോലെ രോമം തഴച്ചു വളർന്നു. വാൽ രോമനിമിഷം മാർദ്ദവമുള്ളതുമായി. അവ നല്ല കരുത്തും വലിപ്പവുമുള്ള പട്ടികളുടേതിനോളം വളർന്നു കഴിഞ്ഞിരുന്നു. ആദ്യത്തെ മഞ്ഞു പൊഴിയുന്നതിന് കുറച്ചു മുമ്പ് അവ മണ്ണ് തുരന്ന് താമസിക്കാൻ ഒരു മാളമുണ്ടാക്കി. അത് വളരെ വലിയതായിരുന്നതുകൊണ്ട് പട്ടികളും ചിലപ്പോഴൊക്കെ അതിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി ചെന്നായ്ക്കളോടൊപ്പം ഉറങ്ങാറുണ്ടായിരുന്നു. പട്ടികളുമായുള്ള ഈ കൂട്ടുകെട്ട് ചെന്നായ്ക്കളുടെ സ്വഭാവം ചീത്തയാക്കി. കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കാൻ പട്ടികളാണ് അവയെ പഠിപ്പിച്ചത്. വീട്ടിലെ കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കുമ്പോഴൊക്കെ ശിക്ഷ കിട്ടിക്കൊണ്ടിരുന്നതിനാൽ അവ ആരും കാണാതെ വേലി ചാടി ഞങ്ങളുടെ അയൽക്കാരൻ്റെ കോഴികളെ മോഷ്ടിച്ചു തുടങ്ങി. ഒരു ദിവസം അയൽക്കാരൻ അച്ഛനെ കാണാൻ വന്നു. ഒരു ചത്ത തുർക്കിക്കോഴയെ അയാൾ കയ്യിൽ പിടിച്ചിരുന്നു. ഞങ്ങളുടെ ചെന്നായ്ക്കുട്ടികളാണ് അതിനെ കൊന്നതെന്നും അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ വില കൊടുക്കണമെന്നും അയാൾ പറഞ്ഞു. തിരിച്ചു പോകുമ്പോൾ അയാൾ താക്കീത് ചെയ്തു. അവയെ ഇനി എന്തെങ്കിലും എൻ്റെ മുറ്റത്ത് കാണാനിടയായാൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. അന്നു തന്നെ ദിയാൻകയെയും തോംചിക്കിനെയും തുടലിലിട്ട് പൂട്ടി.
ഇനി അങ്ങോട്ട് ജീവിതം അത്ര സ്വതന്ത്രമോ സുഗമമോ ആയിരിക്കില്ല. ഒരു ദിവസം രാവിലെ ഒരു കിന്നരപ്പെട്ടിക്കാരൻ ഞങ്ങളുടെ മുറ്റത്തെത്തി. അയാൾ നൃത്തത്തിനുള്ള ഒരു ഈണം വായിച്ചു. പെട്ടെന്ന് കളപ്പുരയുടെ പിന്നിൽ നിന്ന് അസാധാരണമായ ഒരു പതിഞ്ഞ ശബ്ദം മേളത്തിൽ ചേർന്നു. താമസിയാതെ മറ്റൊന്നുകൂടി അതിനോട് ചേർന്നു. കിന്നരപ്പെട്ടിക്കാരനോടൊപ്പം പാടിയത് ഞങ്ങളുടെ ചെന്നായ്ക്കളായിരുന്നു. അവയുടെ പാട്ട് കേട്ടുവിടാൻ ചുറ്റുമുള്ള പട്ടികളും അവിടെ ഹാജരായി. അവയും തല പൊക്കിപ്പിടിച്ച് പല സ്ഥായിയിൽ പാട്ട് തുടങ്ങി. കിന്നരപ്പെട്ടിക്കാരൻ പൊട്ടിച്ചിരിച്ചു. ചിരിച്ച് അയാളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. താൻ വായിക്കുന്നത് എന്തെന്ന് ശ്രദ്ധിക്കാതെ 4 കാലുള്ള ഗായകർക്ക് വേണ്ടി അയാൾ കിന്നരപ്പെട്ടിയുടെ പിടി തിരിച്ചു കൊണ്ടിരുന്നു. അല്ലെങ്കിൽ തന്നെ കിന്നരപ്പെട്ടിയിൽ നിന്നുള്ള സംഗീതം ആർക്കും കേൾക്കാൻ കഴിയുമായിരുന്നില്ല. സ്വതന്ത്രമായി നടക്കാൻ ഇഷ്ടപ്പെടുന്ന ജന്തുക്കൾക്ക് അവയെ പൂട്ടിയിടുന്നതും ബന്ധനത്തിലാക്കുന്നതും ഒട്ടും രസിക്കുകയില്ല. അതുകൊണ്ട് ചെന്നായ്ക്കൾ എപ്പോഴും ഓരിയിട്ടുകൊണ്ടിരുന്നു. നേരം സന്ധ്യയാകുമ്പോൾ അവ വിലാപഗാനം ആലപിച്ചു തുടങ്ങും. ചെന്നായ്ക്കളെപ്പോലെ ഓരിയിടാൻ ഞങ്ങളുടെ പട്ടികൾ പഠിച്ചുവെന്നും ചെന്നായ്ക്കുട്ടികൾക്ക് പട്ടികളെപ്പോലെ കുരയ്ക്കാൻ അറിയാമെന്നും ഞങ്ങൾക്ക് മനസ്സിലായി. ആദ്യം അച്ഛൻ അത് വിശ്വസിച്ചില്ല. ഞാൻ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. ഒരിക്കൽ ദിയാൻക കുരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അച്ഛനെ വിളിച്ച് കാണിച്ചു കൊടുത്തു. അച്ഛൻ അത്ഭുതപ്പെട്ടു. അത് വളരെ അസാധാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ചെന്നായ്ക്കൾക്ക് ഉത്സാഹം കൊടുക്കുവാൻ വേണ്ടി ഞങ്ങൾ തുടലിൽ പിടിച്ചുകൊണ്ട് അവയെ പട്ടണത്തിന് പുറത്തുള്ള വയലുകളിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഒഴിവു സമയം കിട്ടിയാലുടൻ ഞങ്ങൾ പട്ടണത്തിന് പുറത്തേക്ക് തിരിക്കും. ചെന്നായ്ക്കൾ അച്ചടക്കത്തോടെ ഞങ്ങളോടൊപ്പം നടന്നു. എങ്കിലും ഞങ്ങൾ അവയ്ക്ക് യോജിച്ച കൂട്ടുകാരായിരുന്നില്ല. ഞങ്ങൾ വളരെ വേഗം ക്ഷീണിച്ചു. അവയ്ക്ക് ഉത്സാഹം വർദ്ധിക്കുമ്പോഴേക്കും ഞങ്ങൾ തളർന്നിരിക്കും. വേണ്ടത്ര വ്യായാമം ലഭിക്കാതിരുന്നതുകൊണ്ട് അവ അസ്വസ്ഥരായി. അവ തുടൽ പൊട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ വിമുക്തരാകേണ്ടത് എങ്ങനെയെന്ന് അവ പഠിച്ചു. തുടലിൻ്റെ അറ്റത്തുള്ള കൊളുത്ത് എങ്ങനെയെങ്കിലും അമർത്തി കഴുത്തുപട്ടയിൽ നിന്ന് തുടൽ വേർപെടുത്തുകയാണ് അവ ചെയ്തത്. അവ ഇങ്ങനെ സ്വതന്ത്രരാകുമ്പോഴെല്ലാം എല്ലാവരും ഓടിവന്ന് എന്നെ വിളിക്കും. എന്നെ മാത്രമേ അവ അനുസരിച്ചിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും വിളിച്ചു പറയും, ഓടിവാ ചെന്നായ്ക്കാരി ബ്രാക്കറ്റിൽ അവർ അങ്ങനെയായിരുന്നു എന്നെ വിളിച്ചിരുന്നത്, നിന്റെ പൊന്നുംകൂടങ്ങളെ പിടിച്ചു കെട്ട്. പുതുവത്സരപ്പിറവിയുടെ തലേന്ന് ആരോ വിളിച്ചു പറഞ്ഞു. തോംചിക് തുടലൂരി അയൽപ്പക്കത്തെ മുറ്റത്തെത്തി. ഞാൻ കോട്ടോ തൊപ്പിയോ ഇടാതെ തോട്ടത്തിലൂടെയുള്ള കുറുക്കുവഴിയെ അടുത്ത വീട്ടിലേക്ക് ഓടി. ശൈത്യകാലത്ത് തോട്ടത്തിൽ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. മുട്ടറ്റം മഞ്ഞ് കുമിഞ്ഞുകൂടിയിരുന്നു. തോംചിക്ക് അയൽപ്പക്കത്തെ മുറ്റത്ത് നിൽക്കുന്നത് വേലിക്കിടയിലൂടെ ഞാൻ കണ്ടു. തോക്കുമെടുത്തുകൊണ്ട് അയൽക്കാരൻ ഇതിനകം പുറത്തെത്തിക്കഴിഞ്ഞു. നിൽക്കൂ, ഞാൻ ദൂരെ നിന്ന് വിളിച്ചു പറഞ്ഞു. ഞാനിതാ എത്തിക്കഴിഞ്ഞു. ഞാൻ അവനെ പിടിച്ച് ഉടൻ പൂട്ടിയിടാം. വെടിവെക്ക. അയൽക്കാരൻ തോക്കുയർത്തി വെടിവെക്കുന്നത് കണ്ട് എൻ്റെ ശബ്ദം പതറി. തോംചിക് മരിച്ചു നിലം പതിച്ചു. ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്നു. തുടൽ അയൽക്കാരനെ നേർക്കെറിഞ്ഞിട്ട് ഞാൻ അയാളുടെ കോട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് നോക്കൂ, എന്താണെന്ന് നോക്കൂ. ആളുകൾ ഓടിക്കൂട്ടി. എല്ലാവരും ഒരേ സമയത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ മഞ്ഞിൽ ചടഞ്ഞിരുന്ന് തോംചിക്കിൻ്റെ നിർജീവമായ ശിരസ് മടിയിൽ വെച്ചുകൊണ്ട് തേങ്ങി കരഞ്ഞു. വീട്ടിലെത്തിയത് എങ്ങനെയെന്നോ തോംചിക്കിനെ വീട്ടിലേക്ക് എങ്ങനെ കൊണ്ടുവന്നുവെന്നോ എനിക്ക് ഓർമ്മയില്ല. വൈകുന്നേരമായപ്പോഴേക്കും എനിക്ക് തീരെ സുഖമില്ലാതായി. ജ്വരം കലശലായി. തുടർന്ന് 2 മാസത്തോളം ഞാൻ കിടപ്പിലായിരുന്നു. ദിയാൻക ഒറ്റയ്ക്കായി. തോംചിക് വിട്ടുപിരിഞ്ഞു. ഞാൻ കിടപ്പിലും. അവൾ അത്യന്തം ദുഃഖിതയായി. തോംചിക് മരിച്ചയിടയ്ക്ക് അവൾ ആഹാരം പോലും വെടിഞ്ഞു. അവൾ ഓരിയിട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. അവൾ മരിക്കുമെന്ന് എല്ലാവരും തീർച്ചയാക്കി. സുഖക്കേടായിരുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും ബോധമുണ്ടായിരുന്നില്ല. തലയ്ക്ക് വെളിവുണ്ടാവുമ്പോഴെല്ലാം ഞാൻ ദിയാൻകയെപ്പറ്റി അന്വേഷിക്കും. അവളോട് സ്നേഹമായി പെരുമാറണമെന്നും അവൾക്ക് ആഹാരം കൊടുക്കാൻ മറക്കരുതെന്നും അവളെ നന്നായി നോക്കിക്കൊള്ളണമെന്നും ഞാൻ എല്ലാവരോടും അപേക്ഷിച്ചു കൊണ്ടിരുന്നു. എനിക്ക് സൂപ്പോ മരുന്നോ കൊണ്ടുവരുമ്പോഴെല്ലാം ഞാൻ ചോദിക്കും, ദിയാൻകയ്ക്ക് വല്ലതും കൊടുത്തോ? അവൾ ഉറങ്ങുകയാണോ? ദിയാൻക മിടുക്കിയാണ്. അവൾ ചെന്നായുടെ ആർത്തിയോടെ ഭക്ഷണം കഴിക്കുന്നു. തോംചിക്കിനെ അവൾ മറന്നു കഴിഞ്ഞെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ച് ഭേദമായപ്പോൾ ദിയാൻകയെ കാണണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. തുടൽ ഇഴച്ചു വലിച്ചുകൊണ്ട് ഒരു വലിയ പെൺചെന്നായി എൻ്റെ മുറിയിൽ പ്രവേശിച്ചു. പേടിപ്പെടുത്തുന്ന രൂപമായിരുന്നു അവളുടേത്. എൻ്റെ രൂപം ഒട്ടും ഭീഷണമായിരുന്നില്ലെങ്കിലും അവൾ എന്നെ തിരിച്ചറിഞ്ഞില്ല. എൻ്റെ മുടി വെട്ടിക്കളഞ്ഞിരുന്നു. ദേഹം ഭയങ്കരമായി ശോഷിച്ചിരുന്നു. ദിയാൻക ജിജ്ഞാസയോടെ എല്ലാ വസ്തുക്കളും മണത്തു നോക്കി. ഞാൻ അവളെ വിളിച്ചു, ദിയാൻക, ദിയാൻക. എൻ്റെ ശബ്ദം അവൾ തൽക്ഷണം തിരിച്ചറിഞ്ഞു. അവൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു.
ഞാൻ തലോടിയപ്പോൾ അവൾ സന്തുഷ്ടയായി കണ്ണടയ്ക്കുകയും വാലാട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒരു തടിയൻ പൂച്ച എൻ്റെ കിടക്കയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിന് ദിയാൻകയെ ഇഷ്ടപ്പെട്ടില്ല. അതൊരു സാധാരണ പട്ടിയാണെന്നാണ് പൂച്ച വിചാരിച്ചത്. ആ പൂച്ച പട്ടികളെ വിരട്ടുക പതിവായിരുന്നു. പൂച്ച ചീറ്റിക്കൊണ്ട് ദിയാൻകയുടെ മോന്തയ്ക്കിട്ട് ഒറ്റ അടി. ഞാൻ ശ്വാസം പിടിച്ചിരുന്നു. ദിയാൻകയുടെ മുതുകത്തെ രോമം എഴുന്നു നിന്നു. അവൾ ഭയങ്കരമായ വായി തുറന്നു. ദിയാൻക, പൊന്നെ, ഓമനെ. ഞാൻ അവളുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു. അവൾ പൂച്ചയെ മെല്ലെ കടിച്ചെടുത്ത് കട്ടിലിൽ നിന്ന് താഴെ ഇറക്കി നിലത്ത് നിർത്തിയിട്ട് തിരിച്ചു വന്നു. പട്ടണത്തിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരെയുള്ള ഒരു കാട്ടുപ്രദേശത്തേക്ക് എല്ലാ വസന്തത്തിലും ഞങ്ങൾ താമസം മാറ്റുക പതിവായിരുന്നു. മലകൾക്കിടയിലുള്ള ഒരു അരുവിയുടെ കരയ്ക്കായിരുന്നു ഞങ്ങളുടെ കുടിൽ. പുൽത്തകടിയിൽ പലതരം പുഷ്പങ്ങൾ വിരിഞ്ഞു നിന്നു. മലമുകളിൽ മഞ്ഞുമൂടിയ കൊടുമുടികളുടെ അടുത്ത് കസാക്ക് ആട്ടിടയന്മാരുടെ വേനൽക്കാലത്തെ താവളങ്ങളുണ്ടായിരുന്നു. അവരുടെ കുട്ടികൾ ഞങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. വേനൽക്കാല വസതി ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. വസന്തത്തിൽ അങ്ങോട്ട് താമസം മാറ്റുന്നത് വളരെ ആഹ്ലാദകരമായിരുന്നു. ആ വർഷം വേനൽക്കാല വസതിയിലേക്ക് താമസം മാറ്റാൻ എനിക്ക് വലിയ ധൃതിയായിരുന്നു. അവിടെ ചെന്നാൽ ദിയാൻകയെ പൂട്ടിയിടേണ്ടി വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ എനിക്ക് തെറ്റുപറ്റി. അതിനടുത്ത് ഒരു ഗ്രാമമുണ്ടായിരുന്നു. ഒരു ചെന്നായ് ഗ്രാമത്തിനടുത്ത് സ്വൈരവിഹാരം നടത്തുന്നത് ഗ്രാമവാസികളെ ഭയപ്പെടുത്തി. ഒരു ദിവസം ദിയാൻക തുടൽ പൊട്ടിച്ച് ഗ്രാമത്തിലേക്ക് ഓടി. ഒരു പട്ടി ഓടിച്ചെന്ന് കോപത്തോടെ ദിയാൻകയെ ആക്രമിച്ചു. ധീരനായ ഒരു ശ്വാനനായിരുന്നു അതെന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. ദിയാൻക അതിൻ്റെ നേരെ തിരിഞ്ഞു. ഒരു നിമിഷത്തിനകം പട്ടി മരിച്ചു വീണു. ചാട്ടയും വടികളുമായി കുറേ ആളുകൾ വീട്ടിനുള്ളിൽ നിന്ന് ഓടി വന്നു. സംഗതി കുഴപ്പമായെന്ന് മനസ്സിലാക്കിയ ഉടൻ ദിയാൻക എൻ്റെ പിന്നിൽ ഒളിച്ചു. ഇവിടെ ഇരുന്നാൽ ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയും പോലെ അവൾ കുസൃതിയോടെ ഇടയ്ക്കിടെ തല പുറത്തു കാട്ടി. തീർച്ചയായും അവളെ ഉപദ്രവിക്കാൻ ഞാൻ ആരെയും അനുവദിച്ചില്ല. അവർ ഉറക്കെ വഴക്കു പറഞ്ഞുകൊണ്ട് എൻ്റെ മാതാപിതാക്കളോട് പരാതിപ്പെട്ടു. മാസങ്ങൾ പലത് കഴിഞ്ഞു. ദിയാൻകയെ ജീവിതകാലം മുഴുവൻ പൂട്ടിയിടുന്നത് ശരിയാണോ? അവളെ സ്വതന്ത്രയാക്കാൻ അച്ഛൻ എന്നെ നിർബന്ധിച്ചു. ആദ്യം ഞാനത് സമ്മതിച്ചില്ല. നിന്നെ ഒരു തുടലിലിട്ട് പൂട്ടിയിടുകയാണെങ്കിൽ നിനക്കത് മനസ്സിലാകും. ഞാനത് പരീക്ഷിച്ചു നോക്കാൻ തീരുമാനിച്ചു. ഞാനൊരു പകൽ മുഴുവൻ ദിയാൻകയുടെ അടുത്തിരുന്നു. അതിനുശേഷം ഞാൻ അച്ഛൻ്റെ നിർദ്ദേശത്തോട് യോജിച്ചു. ഒരു പ്രഭാതത്തിൽ ഞാൻ ദിയാൻകയ്ക്ക് നിറച്ച് ഭക്ഷണം കൊടുത്തു. അച്ഛൻ ദിയാൻകയുടെ തുടലിൽ പിടിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് കയറി. ദിയാൻക സന്തോഷത്തോടെ കുതിരയുടെ പിന്നിൽ ഓട്ടം തുടങ്ങി. അച്ഛൻ കാട്ടിൽ കുറേ ദൂരെ ഒരിടത്ത് കൊണ്ടുചെന്ന് ദിയാൻകയുടെ കഴുത്തുപട്ട ഊരി അവളെ സ്വതന്ത്രയാക്കി. ഒരു നിമിഷത്തിനകം അവൾ ഓടി മറഞ്ഞു. ശരിയാണ്, ചെന്നായി എത്ര നന്നായി തീറ്റിയാലും അത് കാട്ടിലേക്ക് പോകാൻ തരം നോക്കിയിരിക്കും, അച്ഛൻ വിചാരിച്ചു. ദിയാൻക അപ്രത്യക്ഷയാകുന്നതുവരെ കാത്തിട്ട് അച്ഛൻ വീട്ടിലേക്ക് തിരിച്ചു. വൈകുന്നേരമാണ് അദ്ദേഹം വീട്ടിൽ മടങ്ങിയെത്തിയത്. അവൾ പോയോ? ഞാൻ ചോദിച്ചു. പോയി. യാത്ര പറയാൻ പോലും അവൾ മറന്നു. അത് സാരമില്ല, എനിക്ക് സന്തോഷമായി, ഞാൻ പറഞ്ഞു. ഞാൻ തല കുമ്പിട്ടിരുന്നു. എൻ്റെ സുഹൃത്ത് അത്ര വേഗം വിട്ടുപിരിഞ്ഞത് എന്നെ വേദനിപ്പിച്ചു. ആ സമയത്ത് തണുത്ത എന്തോ ഒന്ന് എൻ്റെ കൈയിന്മേൽ സ്പർശിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കി. അതാ ദിയാൻക മുന്നിൽ നിൽക്കുന്നു. അവൾ അച്ഛൻ്റെ പിറകെ വീട്ടിലെത്തി. പിന്നീട് ഒരിക്കൽ കൂടി ഞങ്ങൾ അവളെ കാട്ടിലേക്ക് വിടാൻ ശ്രമിച്ചു. അച്ഛൻ അവളെ വളരെ ദൂരെയുള്ള ഒരു വനത്തിൽ കൊണ്ടുചെന്ന് വിട്ടു. ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയെ മടങ്ങാതെ അദ്ദേഹം നേരെ എതിർവശത്തേക്ക് കുതിര ഓടിച്ചു. ഒരു മലയിടക്ക് മുറിച്ചു കടക്കുകയും ചെയ്തു. 4 ദിവസം കഴിഞ്ഞു ദിയാൻക വീട്ടിലേക്ക് മടങ്ങി വന്നു. അവൾ വിശന്നു തളർന്നിരുന്നു. അവളുടെ ദേഹമാസകലം മുള്ളുകൾ പറ്റിപ്പിടിച്ചിരുന്നു. അവൾക്ക് വഴി തെറ്റിയിരുന്നുവെന്നത് തീർച്ചയാണ്. എങ്കിലും അവൾ ഒടുവിൽ വീട്ടിലെത്തുക തന്നെ ചെയ്തു. ഞങ്ങൾക്ക് മറ്റൊരു പട്ടണത്തിലേക്ക് താമസം മാറ്റേണ്ടതായി വന്നു. അതല്ലെങ്കിൽ ദിയാൻകയുടെ ഭാവി എങ്ങനെയാകുമായിരുന്നുവെന്ന് എനിക്കറിഞ്ഞുകൂടാ. താമസം മാറ്റുന്നതിന് മുൻപ് ഞങ്ങളുടെ വളർത്തുമൃഗങ്ങളെ എന്ത് ചെയ്യണമെന്ന പ്രശ്നം വന്നു. സ്വാഭാവികമായും എനിക്ക് ദിയാൻകയുടെ കാര്യത്തിലായിരുന്നു വലിയ ഉത്കണ്ഠ. വിഷം കൊടുത്തിട്ട് ഉടമസ്ഥൻ ഉപേക്ഷിച്ചു പോയ ചെന്നായുടെ കഥ അന്നൊരിക്കൽ അച്ഛൻ പറഞ്ഞു തന്നത് ഞാൻ പലതവണ ഓർമ്മിച്ചു. ഞങ്ങളുടെ വീട്ടിലേതുപോലെ തന്നെ സന്തോഷമായി ദിയാൻകയ്ക്ക് കഴിയാൻ പറ്റുന്ന മറ്റൊരു വീട് അവൾക്ക് വേണ്ടി കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിച്ചു. പൊടുന്നനെ കാര്യങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഭംഗിയായി കലാശിച്ചു. ഞങ്ങളുടെ പട്ടണത്തിലും ചുറ്റുമുള്ള ഗ്രാമങ്ങളിലും 5-6 മാസമായി പല കവർച്ചകളും നടന്നിരുന്നു. കള്ളന്മാർ കുതിരകളെയും പശുക്കളെയും തട്ടിക്കൊണ്ടുപോയി. അവർ അവയെ ഒളിച്ചു വെച്ചതെവിടെയാണെന്ന് ആർക്കും പിടികിട്ടിയില്ല. ഒന്നാന്തരം കുറേ പോലീസ് നായ്ക്കളെ അവിടെ കൊണ്ടുവന്നു. അവയോടൊപ്പം എത്തിയ ഒരു കുറ്റാന്വേഷകനെ അന്വേഷണത്തിന് ചുമതല ഏൽപ്പിച്ചു. ഞാനും അച്ഛനും പോലീസ് നായ്ക്കളെ കണ്ടു. ഒരുപാട് മരങ്ങളുള്ള വലിയ മുറ്റത്താണ് അവയെ ഇട്ടിരുന്നത്. ഓരോ പട്ടിക്കും പ്രത്യേകം പട്ടിക്കൂടുണ്ടായിരുന്നു. അവയ്ക്ക് നല്ല ആഹാരം നൽകിയിരുന്നു.
അവയെ ശല്യപ്പെടുത്താൻ ആരെയും അനുവദിച്ചിരുന്നില്ല. ആ പട്ടികൾക്ക് ചെന്നായ്ക്കളോട് വളരെയധികം സാമ്യമുണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്കൊരു ആശയം തോന്നി. ദിയാൻകയെ പോലീസ് നായ്ക്കളുടെ കൂട്ടത്തിൽ ചേർക്കാൻ അവരോട് അപേക്ഷിച്ചാലെന്താ? ഞാൻ അച്ഛനോട് ഇക്കാര്യം പറഞ്ഞു. അദ്ദേഹം നായ്ക്കളുടെ ചാർജ് വഹിച്ച ഉദ്യോഗസ്ഥനോട് സംസാരിച്ചു. ഇണങ്ങിയ ഒരു പെൺ ചെന്നായോ? അയാൾ ഉദ്വേഗഭരിതനായി ഉറക്കെ ചോദിച്ചു. എൻ്റെ ചിരകാല സ്വപ്നമായിരുന്നത്. ഉടൻ തന്നെ അവളെ ഇവിടെ കൊണ്ടുവരൂ. എനിക്കത് തന്നെയാണ് വേണ്ടിയിരുന്നത്. ദിയാൻക പോലീസ് നായ്ക്കളുടെ താവളത്തിലെത്തി. വൂൾഫ് എന്നു പേരുള്ള ഒരു പോലീസ് നായോടൊപ്പം അവൾ ഒരു കൂട്ടിൽ താമസമാക്കി. ഞങ്ങൾ സ്ഥലം മാറി പോകുന്നതിന് മുൻപുള്ള എല്ലാ ദിവസവും ഞാൻ ദിയാൻകയെ സന്ദർശിച്ചു പോന്നു. എന്നെ സ്നേഹാതിരേകത്തോടെയായിരുന്നു അവൾ എപ്പോഴും സ്വീകരിച്ചിരുന്നത്. അവൾക്ക് വേണ്ടത്ര ആഹാരം ലഭിച്ചിരുന്നുവെന്നും അവൾ സന്തുഷ്ടയാണെന്നും എനിക്ക് ബോധ്യമായി. അതിനാൽ മനസമാധാനത്തോടെ ആ പട്ടണം വിടാൻ എനിക്ക് കഴിഞ്ഞു. അവർ ദിയാൻകയെ നന്നായി നോക്കിക്കൊള്ളുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞങ്ങളുടെ പുതിയ താമസ സ്ഥലത്ത് വളർത്തുമൃഗങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. മുമ്പുണ്ടായിരുന്നവയെ ഓർത്ത് ഞങ്ങൾ ദുഃഖിച്ചു. ദിയാൻകയെ പറ്റിയുള്ള വിവരങ്ങൾ അറിയുവാൻ ഞാൻ സദാ ശ്രമിച്ചുകൊണ്ടിരുന്നു. പോലീസ് നായ്ക്കളുടെ സൂക്ഷിപ്പുകാരൻ 2-3 വർഷം ഞങ്ങൾക്ക് പതിവായി കത്തുകൾ അയച്ചിരുന്നു. ദിയാൻക പ്രസവിച്ചുവെന്നും കുട്ടികൾക്ക് സാമാന്യത്തിൽ കവിഞ്ഞ കരുത്തും ആരോഗ്യവും ഉണ്ടെന്നും അയാൾ എഴുതി. മാത്രവുമല്ല, അവയെല്ലാം ഒന്നാന്തരം പോലീസ് നായ്ക്കളായി തീരുകയും ചെയ്തു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അയാൾ കത്തയക്കുന്നത് നിർത്തി. അയാളുടെ കീഴിലുണ്ടായിരുന്ന പട്ടികൾ കസാഖിസ്ഥാൻ മുഴുവൻ പ്രസിദ്ധരായി തീർന്നുവെന്ന് പല വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ അറിഞ്ഞത്. അവ കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നതിൽ ഒരിക്കൽ പോലും പരാജയപ്പെട്ടില്ല. ആർക്കും അവയിൽ നിന്ന് ഒളിക്കാൻ കഴിഞ്ഞില്ല. തസ്കരന്മാർ ഈ പട്ടികളെ അതിയായി ഭയപ്പെട്ടു. തൽഫലമായി അൽമ അത്തായിൽ അക്രമങ്ങൾ തീരെ ഇല്ലാതെയായി. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ അൽമ അത്തായിലേക്ക് തിരിച്ചു വന്നു. നായ്ക്കളുടെ താവളത്തിലേക്കാണ് ഞാൻ ആദ്യം പോയത്. ദിയാൻകയും വൂൾഫും വാർദ്ധക്യം ബാധിച്ച് മരിച്ചുപോയെന്ന് അവിടെയുണ്ടായിരുന്ന ജോലിക്കാരിൽ ഒരാൾ പറഞ്ഞു. അവയുടെ കുട്ടികളോ? ഞാൻ ചോദിച്ചു. ഒന്നെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? നായ്ക്കളെല്ലാം പന്തയസ്ഥലത്തുണ്ട്. ഇന്ന് അവിടെ ഒരു ശ്വാന പ്രദർശനവും മത്സരവും നടക്കുന്നുണ്ട്. ഞാൻ പന്തയസ്ഥലത്തേക്ക് പോയി. ഒന്നാംകിട കുതിരപ്പന്തയം നടക്കുന്ന ദിവസത്തെ പോലെ അവിടം ജനനിബിഡമായിരുന്നു. രസകരമായൊരു പ്രദർശനമാണ് അവിടെ നടന്നത്. പരിശീലനം തുടങ്ങുക മാത്രം ചെയ്തിട്ടുള്ള പട്ടിക്കുട്ടികളാണ് ആദ്യം രംഗപ്രവേശം ചെയ്തത്. ദുർഘടങ്ങൾ ചാടിക്കടക്കുകയും കോണുകൾ കയറുകയും വെടിക്കോപ്പ് നിറച്ച സഞ്ചികൾ കടിച്ചുപിടിച്ച് മൈതാനം മുറിച്ചു കടക്കുകയും ചെയ്തുകൊണ്ട് അവ ജാഗ്രതയോടെ ഓടി. ഒളിച്ചുവെച്ച സാധനങ്ങൾ കണ്ടുപിടിക്കുക തുടങ്ങിയ മറ്റു കൽപ്പനകളും അവ നിർവഹിക്കേണ്ടിയിരുന്നിരുന്നു. പെട്ടെന്ന് ടിക്കറ്റ് വിൽപ്പനക്കാരൻ അവിടെ ഓടിയെത്തി. ആരോ പണം തട്ടിക്കൊണ്ടുപോയെന്ന് വിളിച്ചു പറഞ്ഞു. ആളുകൾ പരിഭ്രാന്തരായി. തങ്ങളുടെ പണം മോഷ്ടിക്കപ്പെട്ടോ എന്നറിയാൻ എല്ലാവരും അവരവരുടെ പോക്കറ്റിൽ കൈയിട്ടു നോക്കി. കള്ളന്മാരെ പിടിക്കുവാൻ ഉടൻ തന്നെ ഒരു പട്ടിയെ നിയോഗിച്ചു. അത് പണപ്പെട്ടിയിരുന്ന സ്ഥലത്ത് മണം പിടിച്ചിട്ട് ആളുകൾ ഇരിക്കുന്നിടത്തേക്ക് പാഞ്ഞു. ആദ്യത്തെ 3 വരികൾ കടന്ന് അത് 4-ാമത്തെ വരിയുടെ നേർക്കടുത്തു. 4-ാമത്തെ വരിയുടെ നടുക്ക് ഭംഗിയായി വസ്ത്രധാരണം ചെയ്ത ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നു. അക്കാലത്തെ പരിഷ്കാരത്തിനു ചേർന്ന ഒരു വലിയ കറുത്ത തൊപ്പി അവർ ധരിച്ചിരുന്നു. പട്ടി അവരെ സമീപിച്ച് മണം പിടിച്ചിട്ട് മുൻകാലുകൾ അവരുടെ തോളിൽ വെച്ചു. പട്ടിയെ തള്ളി മാറ്റാൻ ആ സ്ത്രീ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? അവർ അരിശത്തോടെ നേർത്ത ശബ്ദത്തെ വിളിച്ചു ചോദിച്ചു. എന്തൊരു അക്രമമാണിത്! ഞാൻ അധികൃതരോട് പരാതിപ്പെടും. ഇത് ഭയങ്കരം തന്നെ, ആൾക്കൂട്ടം ശരിവെച്ചു. ഇത്ര മാന്യായ ഒരു സ്ത്രീ കളവ് നടത്തിയതായി സംശയിക്കുന്നതെങ്ങനെ? അവർ തുടക്കം മുതൽ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. പട്ടിക്ക് തെറ്റുപറ്റി. സൂക്ഷിപ്പുകാർ എവിടെ? അവർ ഇതിനെ പിടിച്ചു മാറ്റാത്തതെന്താണ്? ഇത്തരം ലക്കില്ലാത്ത പട്ടികൾ നിർദോഷികളായ ആളുകളെ വെറുതെ വിടില്ല. ആൾക്കൂട്ടത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ പട്ടിക്ക് മനസ്സിലായില്ല. അത് അക്ഷോഭ്യമായി തൻ്റെ ജോലി തുടർന്നു. ആ പരിഷ്കാരമുള്ള തൊപ്പിയിൽ പല്ലുകൾ കോർത്ത് അത് വലിച്ചെടുത്തു. കൂടെ ആ സ്ത്രീയുടെ തലമുടിയും. ആരെങ്കിലും ഓടി വരണേ, ഈ പട്ടി ചെയ്യുന്നത് കണ്ടില്ലേ? എൻ്റെ അടുത്ത് നിന്ന് ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു. വല്ലാത്ത അക്രമം തന്നെ, മറ്റൊരു സ്ത്രീ ആക്രോശിച്ചു. തൽക്ഷണം ആ സ്ത്രീയുടെ വലിയ തൊപ്പിയുടെയും നീണ്ട മുടിയുടെയും അടിയിൽ മുടി പറ്റേ വെട്ടിയ ഒരു തല പ്രത്യക്ഷപ്പെടുന്നത് ഞങ്ങളെല്ലാവരും കണ്ടു. ഞങ്ങൾ പട്ടിയെ നോക്കി. അത് തൊപ്പിയും കൃത്രിമ മുടിയും വലിച്ചു കീറുകയായിരുന്നു. ഭംഗിയായി കെട്ടിവെച്ചിരുന്ന ഒരു പാക്കറ്റ് നോട്ടുകൾ അത് പുറത്തെടുത്തു. പാക്കറ്റ് കടിച്ചു പിടിച്ചുകൊണ്ട് പട്ടി സ്ത്രീയെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ആ സ്ത്രീ എല്ലാവരുടെയും മുൻപിൽ വെച്ച് യാതൊരു സങ്കോചവും കൂടാതെ ധരിച്ചിരുന്ന ഉടുപ്പ് ഊരി മാറ്റാൻ തുടങ്ങി. അടിയിൽ യൂണിഫോറോ മുട്ടുവരെയുള്ള ബൂട്ടുകളും പ്രത്യക്ഷപ്പെട്ടു. ഇത് സൂക്ഷിപ്പുകാരിൽ ഒരാളാണല്ലോ, ആരോ പറഞ്ഞു. എല്ലാവരും ചിരിക്കുകയും കൈകൊട്ടുകയും ചെയ്തു. കൂർമ്മബുദ്ധിയായ ആ പട്ടിയെ തലോടാൻ എല്ലാവരും ആഗ്രഹിച്ചു. എന്നാൽ പോലീസ് നായ്ക്കളെ അപരിചിതർ ലാളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സൂക്ഷിപ്പുകാരൻ അവരെ വിലക്കി. പരിപാടിയിൽ മറ്റു പല പ്രദർശനങ്ങളും ഉണ്ടായിരുന്നു.
നായ്ക്കളുടെ ബുദ്ധികൂർമ്മതയും ധൈര്യവും അത്ഭുതകരമായ ഘ്രാണശക്തിയും അവയ്ക്ക് ലഭിച്ച പരിശീലനത്തിൻ്റെ മേന്മയും വെളിപ്പെടുത്തുന്നതായിരുന്നു എല്ലാ ഇനങ്ങളും. പിന്നീട് അവയുടെ ഒരു പരേഡ് നടത്തപ്പെട്ടു. ഒടുവിൽ ഏറ്റവും നല്ല നായ്ക്കളെ മുൻപിലേക്ക് കൊണ്ടുവന്നു. അവയുടെ പേരുവിവരം വെളിപ്പെടുത്തി. ഓരോ സമ്മാനം കൊടുക്കുമ്പോഴും ബാൻഡുകൾ ശബ്ദിച്ചു. ഇതാ ജോണും സ്പൈയും, പ്രദർശന സൂത്രധാരൻ ആഹ്ലാദത്തോടെ വിളിച്ചു പറഞ്ഞു. വൂൾഫ് എന്നു പേരുള്ള ആൺപട്ടിയുടെയും ദിയാൻകെ എന്ന പെൺചെന്നായുടെയും സന്താനങ്ങളാണ് ഇവർ. മോസ്കോയിൽ നിന്ന് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയിട്ട് ഇവർ ഇപ്പോൾ തിരിച്ചെത്തിയിട്ടേയുള്ളൂ. ഈ പട്ടികൾ മത്സരങ്ങളിൽ ഇന്ന് പങ്കെടുക്കുന്നില്ല. കാരണം അവയോട് മത്സരിക്കാൻ കഴിവുള്ള മറ്റു പട്ടികൾ ഇവിടെയില്ല. എല്ലാവരും കൈകൊട്ടി. ഈ പ്രശസ്ത സഹോദരന്മാരെ കാണാൻ എല്ലാവരും എണീറ്റു നിന്നു. ബാൻഡുകൾ കാഹളം മുഴക്കി. ശക്തിയും സൗന്ദര്യവും ഒത്തിണങ്ങിയ 2 ചെന്നായ്ക്കളാണ് ഞങ്ങളുടെ മുൻപിൽ നിന്നത്. ടോം ചിക്കിനെയും ദിയാൻകെയും അനുസ്മരിച്ച അവയെ ഞാൻ മതിപ്പോടെ നോക്കി നിന്നു.